നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യവഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പുണ്യവഴി കടന്നു ചെല്ലുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പുംതറയിലുള്ള മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. നമുക്ക് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഗണപതി വിഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമായി മള്ളിയൂരിലെ ഗണപതി വിഗ്രഹമുള്ളത് ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയിരിക്കുന്ന വൈഷ്ണവ ഗണപതിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. സർവ്വവിഘ്നങ്ങളും തീർത്തു തരുന്ന വിഘ്നേശ്വരനായി പ്രദേശവാസികൾക്കും ഭക്തർക്കും ഐശ്വര്യം പ്രതിദാനം ചെയ്യുന്ന ഗണപതിയാണ് മള്ളിയൂരുള്ളത്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ തപസ്സിന്റെയും ഭഗവത് സേവനത്തിന്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിലൂടെ നമുക്കൊരു ചരിത്രയാത്ര നടത്താം. കോട്ടയം ജില്ലയിലെ കുറുപ്പുംതറ പട്ടണത്തിനടുത്താണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പെരുമാൾ കാലത്തിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. വടക്കൻ പ്രദേശങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിന് ശേഷം മള്ളിയൂരിൽ നിന്നുള്ള ഒരു സന്യാസി ഗണപതി വിഗ്രഹം കൊണ്ടുവന്ന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന് ആവശ്യമായ ഉണർവ് നൽകിയത് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിന്റെ വക്താവായിരുന്നു ശങ്കരൻ നമ്പൂതിരി. ഭാഗവത ഹംസം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ പരമാത്മാവായി കണക്കാക്കുന്ന സാളഗ്രാമം സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തിരുന്നു. തൽഫലമായി ക്ഷേത്രത്തിൽ വിഷ്ണു ചൈതന്യം അനുഭവപ്പെട്ടു. വാസ്തവത്തിൽ ഗണേശന്റെ ശ്രീകോവിലിൽ സാളഗ്രാമം സ്ഥാപിച്ച് ശ്രീമദ് ഭാഗവതം തുടർച്ചയായി പാരായണം ചെയ്തതോടെ ബീജഗണപതി വൈഷ്ണവ ഗണപതിയായി മാറി. ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ ഗണേശൻ. ഈ ക്ഷേത്രം പെരുമാൾ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഈ ക്ഷേത്രം ശങ്കരൻ തിരുമേനിയുടെ, ഭാഗവതവംശം ശങ്കരൻ നമ്പൂതിരിയുടെ പരദേവത സങ്കല്പത്തിൽ ഉള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൈഷ്ണവ ഗണപതിയുടെ സങ്കല്പത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ് ക്ഷേത്രം. താന്ത്രികപരമായിട്ടുള്ള
വഴിപാടുകളല്ല കൂടുതലും ഈ ക്ഷേത്രത്തിലുള്ളത്. അദ്ദേഹം നിശ്ചയിച്ച വഴിപാടുകളാണ് കൂടുതലും ഇവിടെയുള്ളത്. ഇവിടെ 2 നിവേദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതായത് സങ്കല്പം ഗണപതിക്കും ഉണ്ട്, അതുപോലെ തന്നെ പ്രാധാന്യം കൃഷ്ണനും ഉണ്ട്. 2 നിവേദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം അപ്പം ഗണപതിക്ക് നേദിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കൃഷ്ണനും നേദിക്കും. പാൽപ്പായസം ആണെങ്കിലും അതെ, എല്ലാ നിവേദ്യങ്ങളും ഒരുപോലെയാണ് നേദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം നിശ്ചയിച്ചതാണ് 1000 കുടം, അതുപോലെ അപ്പം മൂടല്, പഴമാല, തടി നിവേദ്യം, ഇതെല്ലാം അദ്ദേഹം നിശ്ചയിച്ച വഴിപാടുകളാണ് കൂടുതലും ഇവിടെയുള്ളത്. ഇവിടെ വിനായക ചതുർത്ഥിയാണ് മെയിനായിട്ട് ഉത്സവം. കൊടിയേറ്റി ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ വെളുത്ത വർഷത്തിൽ വരുന്നതാണ് വിനായക ചതുർത്ഥി എന്നാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഉത്സവമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 2 തിരുമേനിയുടെ ജന്മദിനാഘോഷമാണ്. ജനുവരി 23 തുടങ്ങി ഫെബ്രുവരി 2 വരെയാണ് അതിൻ്റെ നടക്കുന്നത്. അതും ഇവിടുത്തെ ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഉത്സവങ്ങളും പരിപാടി. ക്ഷേത്രചരിത്രവും ഐതിഹ്യവും മാത്രമല്ല, ശങ്കരൻ നമ്പൂതിരിയെക്കുറിച്ചും പറഞ്ഞു പോകണം. മള്ളിയൂരിലെ ശങ്കരൻ നമ്പൂതിരി 1921 ഫെബ്രുവരി 2 ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീമതി ആര്യ അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലം കടന്നുപോയത്. കടുത്ത ദാരിദ്ര്യവും തുടർച്ചയായ രോഗങ്ങളും കാരണം അദ്ദേഹത്തിന് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കോട്ടയത്തെ തിരുവാർപ്പിലുള്ള സ്വാമിയാർ മഠത്തിൽ നിന്ന് സംസ്കൃതത്തിൽ പഠനം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിനും കഷ്ടപ്പാടുകൾക്കും പരിഹാരമായി അമ്മ അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി അയച്ചു. ഗുരുവായൂരിലെ താമസത്തിനിടയിൽ ശ്രീമദ് ഭാഗവത പുരാണം പാരായണം ചെയ്യുന്നതിനുള്ള ഉപദേശം സ്വീകരിക്കാൻ അദ്ദേഹം തന്റെ ഗുരുവായ പടപ്പ നമ്പൂതിരിയെ കണ്ടു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഗുരുവായൂരപ്പന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭാഗവതം പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗണപതിയുടെ ശ്രീകോവിലിൽ സാളാഗ്രാമം സ്ഥാപിച്ചുകൊണ്ട് മള്ളിയൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം തുടർച്ചയായി ഭാഗവത പാരായണം ചെയ്തതോടെ ബീജഗണപതി വൈഷ്ണവ ഗണപതിയായി മാറി. നിലവിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം വൈഷ്ണവ ഗണപതി സങ്കല്പത്തിന് സവിശേഷമാണ്. ദേശീയ ശ്രദ്ധ നേടുന്ന ഈ സ്ഥലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ്. മാത്രമല്ല ശ്രീമദ് ഭാഗവത പഠനത്തിന്റെ കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ക്ലേശങ്ങളിലും കഷ്ടപ്പാടുകളിലും ജീവിത പങ്കാളിയായ പരേതയായ ശ്രീമതി സുഭദ്ര അന്തർജനം ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പിതാവിന്റെ പാത പിന്തുടർന്ന് ഭാഗവതം പാരായണം ചെയ്യുകയും അതിന്റെ പ്രചാരണത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇളയ മകൻ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി മള്ളിയൂരിലെ മതസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകനും കോർഡിനേറ്ററുമാണ്. മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിന്റെ സ്ഥാപക സെക്രട്ടറിയും മള്ളിയൂർ ക്ഷേത്രം ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമാണ്.
വന്നതാണ്. കുറെ കസിൻസ് ഒരു ബസ് നിറച്ച് വന്നിന്. അപ്പൊ മള്ളിയൂരിനെ പറ്റിട്ട് ഇങ്ങനെ കുറെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാ വന്നേ. 1-2 ആൾക്കാർ സെക്കൻഡ് പ്രാവശ്യം വരുന്നതാണ്. ഇവിടെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഭക്തി നമുക്ക് ഫീൽ ചെയ്തിട്ട്, അതുകൊണ്ട് പിന്നെ എല്ലാവരും ബുക്കും ദൈവത്തിന്റെ ഫോട്ടോ എല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. ഒരു സ്പെഷ്യൽ ഫീൽ ആയിരുന്നു എന്ന് പറയാം. ഭയങ്കര ഭക്തി തോന്നി ഇവിടെ വന്നിട്ട്. ഇനിയും വരണം. ഇനി മക്കളെയും കൂട്ടിയിട്ട് വരാനാന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്ഷേത്ര ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കും തിരിച്ചെത്തിയാൽ മള്ളിയൂരിലെ മഹാഗണപതി ക്ഷിപ്രപ്രസാദിയാണ്. വലംപിരിയായ തുമ്പിക്കൈയിൽ മാതള നാരങ്ങയും കൈകളിൽ മഴു, കയർ, കൊമ്പ്, ലഡു എന്നിവയുമുണ്ട്. മഹാഗണപതി ഹോമം, മുക്കൂറ്റി പുഷ്പാഞ്ജലി, ഉദയാസ്തമന പൂജ, സഹസ്രകലശം, പഴമാല, തടിനിവേദ്യം, ചതുർത്ഥിയൂട്ട് തുടങ്ങിയ വഴിപാടുകളും മള്ളിയൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധമാണ്. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദേവാലയത്തിന്റെ ചരിത്രവും ഐതിഹ്യവുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നമസ്കാരം.